സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 12-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ ഈ മാസം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായിട്ട് പതിവ് പോലെയുള്ള സഹായമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിന്റെ വിതരണം അസം ഗുവാഹത്തിയിൽ വെച്ച് വെള്ളിയാഴ്ച 5 മണിക്ക് വിതരണം നടക്കുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ഗഡു ആയിട്ടുള്ള ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ തുകയാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് 13-ാം തീയതി അസം ഗുവാഹത്തിയിൽ വെച്ച് രാജ്യത്തെ 9.34 കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ പ്രധാനമന്ത്രി മോദി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുന്നതാണ്. ആ ഒരു തുക വിതരണം നമ്മുടെ സംസ്ഥാനത്ത് 1 ലക്ഷത്തോളം ആളുകൾക്കാണ് എത്തിച്ചേരുന്നത്. അതിലും കൂടുതൽ ആളുകൾക്ക് ഇത് ലഭിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചില ആളുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 30 ലക്ഷത്തോളം ആളുകൾക്ക് സഹായം ലഭിക്കുന്നുണ്ട്. അപ്പോൾ KYC, ലാൻഡ് വെരിഫിക്കേഷൻ, ആധാർ സീഡിംഗ്, ബാങ്ക് KYC ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇവയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇത് കഴിഞ്ഞ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം 1000 രൂപ 2ാം ഘട്ടം സംസ്ഥാനത്തിൻ്റെത് വിതരണമുണ്ട്. അതും ഈ മാസമാണ് നടക്കുന്നത്. ഈ മാസം, അതായത് മാർച്ച് മാസത്തെ തുക വിതരണമാണ് നടക്കുന്നത്. അതിൻ്റെ തുക വിതരണവും ഉടനെ ഉണ്ടാകുന്നതാണ്. അതും കഴിഞ്ഞ് സംസ്ഥാനത്ത് 2000 രൂപ ഏറ്റവും വലിയ ധനസഹായമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയുടെ വിതരണം, മാർച്ച് മാസത്തെ വിതരണം 25-ാം തീയതി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെയായിരിക്കും തുക വിതരണം നടത്തുക. പല ആളുകളും ചോദിക്കുന്നുണ്ട് പെരുന്നാളിന് മുമ്പ് തുക ലഭിക്കുമോ എന്ന്. അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 25-ാം തീയതി ചൊവ്വാഴ്ച, ഈ മാർച്ച് മാസത്തിൽ ഒരുപാട് തുക വേണ്ട മാർച്ച് മാസം അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന മാസമായതുകൊണ്ട് തന്നെ ഒരുപാട് പണം വേണ്ട മാസമാണ്. എന്തായാലും സർക്കാരിന്റെ അവസാന കാലമായതുകൊണ്ട് തന്നെ ഒന്നിലും ഒരു പിശുക്ക് കാണിക്കില്ല. എല്ലാവരും തുക വിതരണം കറക്റ്റായിട്ട് 25-ാം തീയതി തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിവരം. അടുത്ത മാസം 5-ന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തെ തുക നേരത്തെ ലഭിക്കും. കാരണം ഇലക്ഷന് മുമ്പ് എന്തായാലും ഏപ്രിൽ മാസത്തെ തുക ലഭിക്കും. അതോടൊപ്പം ചിലപ്പോൾ മെയ് മാസത്തേത് അഡ്വാൻസ് ആയിട്ടും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിഷു, ഈസ്റ്ററിന്റെ പേര് പറഞ്ഞ് നേരത്തെ അത് തുകയും എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായവുമായി ബന്ധപ്പെട്ടും അറിയിക്കാനുള്ളത്. സംസ്ഥാനത്തെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ റംസാൻ കിറ്റിന്റെ വിതരണം തുടരുകയാണ്. 1018 രൂപ വില വരുന്ന 15 ഇനങ്ങൾ വെറും 786 രൂപക്കാണ് വിതരണം ചെയ്യുന്നത്. എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഇത് വാങ്ങാം. സബ്സിഡി സാധനങ്ങൾ 13 ഇനവും ഇപ്പോൾ സപ്ലൈകോയിൽ സ്റ്റോക്കുണ്ട് എന്നാണ് വിവരം. ഇതിനു പുറമെ 20 കിലോ കുറഞ്ഞ വില 25 രൂപ നിരക്കിലുള്ള അരി, റേഷൻ കടകളിലൂടെയുള്ള സാധനങ്ങളുടെയും വിതരണം തുടരുകയാണ്. ഇനിയും ഈ മാസത്തെ റേഷനും സപ്ലൈകോ വിഹിതങ്ങളും വാങ്ങിയിട്ടില്ല എങ്കിൽ ഉടനെ കൈപ്പറ്റണം. സപ്ലൈകോ കിറ്റ് 20-ാം തീയതി വരെയാണ് ഉണ്ടാകുക. പാചകവാതക വിതരണത്തിൽ ക്ഷാമം നേരിടുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് രാജ്യത്തെ ഹോട്ടൽ മേഖലയിൽ കൂടിയാണ്. പാചകവാതക വിതരണം ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമായി നിയന്ത്രിക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം രാജ്യത്തെ എണ്ണ കമ്പനികളോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹോട്ടലുകളിൽ പ്രതിസന്ധിയാണ് എന്ന് നാഷണൽ റെസ്റ്റോറന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാചകവാതക ഉപയോഗം കുറയ്ക്കുന്നതിനായി മെനുവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന വിഭവങ്ങൾക്ക് മുൻഗണന നൽകണം. ഗ്യാസിന് പകരമായി ഇലക്ട്രോണിക് ഇൻഡക്ഷൻ കുക്കറുകളുടെയും മറ്റു വൈദ്യുതി ഉപകരണങ്ങളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കണം. പാചക രീതിയിൽ മാറ്റം വരുത്തണം. നിലവിലെ പ്രതിസന്ധി മൂലം വിഭവങ്ങളുടെ ലഭ്യതയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചു ഉപഭോക്താക്കളുമായി കൃത്യമായ ആശയവിനിമയം നടത്തണം എന്നും തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നാഷണൽ റെസ്റ്റോറന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയത്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ അവശ്യ വസ്തു നിയമം പ്രയോഗിച്ചാണ് വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിതരണം നിയന്ത്രിച്ചത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ റീഫിൽ ഇടവേള 21 ദിവസത്തിൽ നിന്നും 25 ദിവസത്തേക്ക് ഉയർത്തി. സംഘർഷം LPG ഇറക്കുമതിയെ ബാധിച്ചതോടെ
ആഭ്യന്തര LPG ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഗാർഹിക സിലിണ്ടറുകളുടെ വില 60 രൂപയും വാണിജ്യ സിലിണ്ടറുകളുടെ വില 114.5 രൂപയും കൂട്ടി. ക്രൂഡ് ഓയിൽ LPG ശേഖരങ്ങൾ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് സംഭവിച്ച വീഴ്ചയാണ് സ്ഥിതി ഇത്രയും ഗുരുതരമാക്കിയത്. ഇന്ത്യയിൽ LPG ലഭ്യത 62% ഇറക്കുമതിയെ ആശ്രയിച്ചാണ്. ഇതിൽ 90% ഹോർമോസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. വാണിജ്യ സിലിണ്ടറുകൾ നിലച്ചതോടെ ന്യൂഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ വൻ നഗരങ്ങളിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തനം പാതി നിർത്തിയ അവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നിലക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. പാചകവാതകം, വാണിജ്യ സിലിണ്ടറിന് വൻ ക്ഷാമം നേരിടുന്നുണ്ട്. നിരവധി ഹോട്ടലുകൾ ഇതിനകം അടച്ചു കഴിഞ്ഞു. റംസാൻ നോമ്പ് കാരണം ആദ്യമേ ചില ഹോട്ടലുകൾ അടച്ചതുകൊണ്ട് തന്നെ വലിയ ക്ഷാമം അറിയാതെ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ അതും മറികടന്ന് ക്ഷാമം എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട്. അതേസമയം വീടുകളിലേക്ക് എത്തുന്ന ഗാർഹിക സിലിണ്ടറിന് 25 ദിവസത്തേക്ക് ഒരു സിലിണ്ടർ എന്നത് ഒഴിച്ചാൽ മറ്റു ക്ഷാമങ്ങളില്ല. അതിനിടയിൽ ഗ്യാസ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 25 ദിവസം കഴിഞ്ഞാൽ വീണ്ടും സിലിണ്ടറുകൾ ലഭ്യമാകുന്നുണ്ട്. അത് മറ്റു ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഗാർഹിക സിലിണ്ടർ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നടപടിയെടുക്കുമെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ അറിയിച്ചു. പാചകവാതക ക്ഷാമവും വിലവർധനവും നേരിടാൻ ബദൽ മാർഗവുമായി KSEB ഗ്യാസിന് ഇപ്പോഴും ഭാവിയിലും ഉണ്ടാകുന്ന ക്ഷാമവും അതുപോലെ തന്നെ വിലവർധനവും ഒന്നും പേടിക്കേണ്ട ആവശ്യം ഇല്ല. പാചകം അടക്കമുള്ള എന്ത് വൈദ്യുതി ആവശ്യത്തിനും ഇഷ്ടം പോലെ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുമ്പോൾ വൈദ്യുതി ബില്ലിനെയും പേടിക്കേണ്ടി വരില്ല. പറഞ്ഞു വരുന്നത്, പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോഴും അപേക്ഷകൾ നൽകാവുന്നതാണ്. സൂര്യഘർ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 2 ലക്ഷം സൗരോർജ നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ് എന്ന് KSEB ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വീടിന് മുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനുള്ള കേന്ദ്ര സബ്സിഡി നേരിട്ട് ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭിക്കുക. കുറഞ്ഞ നിരക്കിൽ ജാമ്യമില്ലാത്ത ബാങ്ക് വായ്പകളും ലഭ്യമാണ്. അനായാസം അപേക്ഷിക്കാൻ കഴിയും. അതിവേഗം അനുമതിയും നേടാം. ചുരുക്കി പറഞ്ഞാൽ 1 പൈസ പോലും ആദ്യം അടക്കാതെ തന്നെ സോളാർ സ്ഥാപിക്കാൻ കഴിയും. നമുക്ക് ഇപ്പോൾ വരുന്ന കറണ്ട് ബില്ല് ഗഡുക്കളായി നമ്മുടെ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റിലേക്ക് അടച്ച് നൽകിയാൽ മതി. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള സബ്സിഡിയും നമുക്ക് വന്നിട്ടുള്ള ആകെ ചിലവിൽ കുറഞ്ഞു കിട്ടും. അത് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് ചെയ്യുക. എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ബോർഡ് അറിയിച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 1 കിലോവാട്ട് നിലയത്തിന് 30,000 രൂപയും 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ട് വരെ പരിധിയുള്ളതിന് 78,000 രൂപ എന്ന നിരക്കിലാണ് സബ്സിഡി ലഭിക്കുക. ഗ്രൂപ്പ് ഹൗസിംഗ്, റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾക്ക് EV ചാർജിംഗ് ഉൾപ്പെടെയുള്ള പൊതു ആവശ്യങ്ങൾക്കായി 1 കിലോവാട്ടിന് 18,000 എന്ന കണക്കിൽ കൂടുതൽ കിലോവാട്ടിന് സബ്സിഡി ലഭിക്കും. പരമാവധി 500 കിലോവാട്ടിന് വരെ, അതായത് ഒരു വീടിന് മുകളിൽ 3 കിലോവാട്ട് എന്ന നിലയ്ക്കിൽ സബ്സിഡി ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് www.pmsuryaghar.gov.in എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ സ്വന്തമായി രജിസ്റ്റർ ചെയ്യാം. അക്ഷയ CSC കേന്ദ്രങ്ങളിലെത്തിയും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 94 96 01 86 70 എന്ന നമ്പറിലോ 94 96 26 66 31 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് എന്നും KSEB ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് സോളാർ സ്ഥാപിക്കുകയാണ് എങ്കിൽ വലിയ പേടിയില്ലാതെ വൈദ്യുതി ഉപയോഗിക്കാം. കറണ്ടിന് പാചകം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും വലിയൊരു കാര്യം. പാചകം തന്നെയാണ്. അപ്പോൾ കറണ്ട് ഉപയോഗിച്ച് പാചകം ചെയ്യാം. നമുക്ക് പാചകത്തിന് ഏത് അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിക്കാം. മാത്രമല്ല AC ഉൾപ്പെടെ, ഈ ചൂടിന് AC ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും വൈദ്യുതി ബില്ലിനെ പേടിക്കാതെ നിലനിൽക്കാം. കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ സബ്സിഡി ഇങ്ങോട്ട് ലഭിക്കുന്ന സഹായത്തോടു കൂടിയും ഈടില്ലാതെ വായ്പയോടുകൂടിയും ഇത് സ്ഥാപിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഇതിന് താല്പര്യം ഉള്ള ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇനി നിങ്ങളുടെ തൊട്ടടുത്തുള്ള KCB സെക്ഷൻ ഓഫീസുകളുമായി ബന്ധപ്പെട്ടാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.